ഹലോ ഗൈസ്, ബാക്ക് ടു ഹസി ബ്ലോഗ്സ്. അങ്ങനെ ഒരു ചെറിയൊരു സന്തോഷമുണ്ട്, എന്നാൽ ചെറിയൊരു സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ നാട്ടിൽ പോവാണ്. ഞാൻ മുഫിനെ ഇവിടെ നിർത്തിയിട്ടാണ് നാട്ടിൽ പോണത്. അപ്പോൾ മുഫിനെ വിട്ടു പോണതിൻ്റെ ഒരു സങ്കടമുണ്ട്. പിന്നെ കുറച്ച് ദിവസമായിട്ട് നാട്ടിൽ പോകണം എന്ന് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. കുറേ ദിവസമായി നാട്ടിൽ പോയിട്ട് വരായിരുന്നു. നാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 ഡേയ്സ് ലീവ് എടുത്തിട്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്. പെട്ടിയൊക്കെ മുഫി കെട്ടി റാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 4 ഡേയ്സിനുള്ള ഒരു നാട്ടിൽ പോക്കാണിത്. അപ്പോൾ ഗൈസ്, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോണതുകൊണ്ട് മുഫി എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാം. പുറത്തുനിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ട, ഫ്ലൈറ്റിൽ പോവല്ലേ. അപ്പോൾ ഫുഡൊക്കെ ഇതാണ് ഐറ്റം. ഇത് സോസേജ് വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. ലൈറ്റായിട്ട് കഴിച്ചാൽ മതി പറഞ്ഞു. ഗൈസ്, അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി പോവാണ്. മുഫിക്ക് കമ്പനിയിൽ ലീവ് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു സങ്കടമാണോ അതോ എന്നെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ സങ്കടമാണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. പെട്ടെന്ന് പോകുന്ന ഒരു തിരക്കിലായതുകൊണ്ട് അധികം സാധനമൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. മുഫി, സങ്കടം ഉണ്ടോ കുറച്ച് ദിവസം പിരിഞ്ഞിരിക്കണേന്? പറ. കുറച്ച് കഴിഞ്ഞിട്ട് മുഫി പറയും രക്ഷപ്പെട്ടേ വേണ്ടി തുള്ളിച്ചാടുണ്ടാവും. കരി മുഫീനെ പോകുമ്പോ കരയണം കേട്ടോ. എന്താ ഇൻട്രസ്റ്റ് എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കാന്? ഓടണു. മുഫി വരുന്നുണ്ടോ? ഒരു 2 ദിവസം നാട്ടിൽ പോയി നിന്നിട്ട് വരാം. അപ്പോൾ ഇനിയിപ്പോൾ ഫുള്ള് നാട്ടിലാണ്. നാട്ടിൽ പോയിട്ട് സ്വതന്ത്രമായിട്ട് 2-3 ദിവസം അടിച്ചു പൊളിച്ചിട്ട് വരാം. മുഫി അപ്പോൾ ഇവിടെ അടിച്ചു പൊളിച്ചിരുന്നു. ദുബായിൽ നിന്ന് വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക. മുഫി എവിടെ പോയാലും എനിക്ക് കമൻറ്റ് ഇടേണ്ടതാണ്. അപ്പം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇന്നലെ രാത്രി ടിക്കറ്റ് എടുത്തു. ഇന്ന് രാത്രി ഇതാ ഞാൻ പോണു. നാളെ രാവിലെ ഞാൻ വീട്ടിലെത്തും. അങ്ങനെയാണ്. ഭയങ്കര മൂഡ് ഓഫ്. എന്താണ് എന്താ പ്രശ്നം? പൈക്ക് അപ്പോഴും എനിക്ക് വിശപ്പാണ് വലുത്, എന്നെക്കാളും വലുത്. കുട്ടി, ഞാൻ പോവാണ്. അപ്പൊ നമ്മളിവിടെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഒരു കസിൻ ഉണ്ട്. കസിനെ കാണാനും അവൻ എങ്ങനെയോ മണത്തറിഞ്ഞു ഞാൻ നാട്ടിൽ പോകുന്നത്. ഓരോരുത്തരുണ്ട്. ആരെങ്കിലും നാട്ടിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാർ. എന്തെങ്കിലും കൊടുത്തയച്ചാലേ അവർക്ക് സമാധാനമുള്ളൂ. എന്നാൽ നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് നാട്ടിലെത്താൻ വേണ്ടിയിട്ട് സമാധാനിച്ചിട്ട് നിൽക്കുകയായിരിക്കും. അപ്പം ഇങ്ങനെയുണ്ട്. എന്നിട്ട് ആ സാധനം നമ്മൾ വാങ്ങാൻ ഓരോ റൂമിലേക്കും പോകണം. അങ്ങനത്തേക്ക് ഒരു അവസ്ഥയാണ് ഇവിടെ. എന്നാൽ ഇനിയിപ്പോൾ ഓരോ മെട്രോ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു സാധനം കൊടുത്താൽ പറയും ലഗേജ് ഫുള്ളാണ്, ഇനി ഒന്നും വെക്കാൻ പറ്റില്ല, സാധനം ഫുള്ളാന്നൊക്കെ പറയും. ഇതൊക്കെയാണ് പ്രവാസികളുടെ അവസ്ഥ. ഇതിപ്പോൾ എല്ലാവരും അറിയണം. ഇതിപ്പോൾ അവനും അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആകെ എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുത്ത kg പറയണത് 25 kg. അവനിക്ക് 15 kg ഉണ്ട് അത്ര. ഒരു മാക്സിമം ഒരാളെ എങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ ഉപദ്രവിക്കുക. എന്ത് ചെയ്യാം? അപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ, ഞാൻ ബ്ലോഗറാന്ന് പറഞ്ഞു. എന്ത് ചെയ്യാം? പാവം കുട്ടി സന്തോഷിക്കട്ടെ. അങ്ങനെ എന്നെ കാണുന്നവരൊക്കെ സന്തോഷിക്കട്ടെ. അയ്യോ, നമുക്ക് ലിഫ്റ്റ് എത്തി, നമുക്ക് താഴെ പോവാം. നമ്മൾ വന്നിരിക്കുന്നത് കറാമയിലാണ്. നമ്മൾ കറാമയിൽ വരാൻ കാരണം അവൻ കാറിലും കൂടി കൊണ്ടാക്കാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ കാരണം. അപ്പോൾ അവൻ്റെ ലഗേജും എടുത്തിട്ട് നമുക്ക് കാറിൽ എയർപോർട്ടിൽ പോകാമല്ലോ. ഇനിയുണ്ട് സമയം, കാരണം നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്. ഇത്ര ധൃതി പിടിച്ച് ഇറങ്ങണ്ടായിരുന്നു അല്ലേ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒന്ന് റെസ്റ്റ് പോലും കൊടുത്തില്ല. അപ്പോൾ പെട്ടെന്ന് പോണതുകൊണ്ട് വീട്ടിൽ ആർക്കും അറിയില്ല. ചെറിയൊരു സർപ്രൈസാണ്. പിന്നെ 4 ദിവസത്തിനല്ലേ പോണ വേണ്ടി ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞില്ല. എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നാട്ടിലേക്ക് പോണേന്. നാട്ടിലെത്തട്ടെ. ഇനി ഫുള്ള് നാട്ടിലാണ്. മുഫി, ഞാൻ നാട്ടിലും മുഫി വൈബ് എടുക്കും എന്നാണ് പറയണത്. മുഫിനെ എവിടെ കണ്ടാലും, ദുബായിൽ എവിടെ കണ്ടാലും ഒന്നില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടണം, കമൻ്റ് ഇടണം. മുഫി എവിടെ പോയി എന്ന് എന്നെ അപ്പം നിങ്ങൾ അറിയിക്കണം. നിങ്ങളിലാണ് എന്നെ പ്രതീക്ഷ. നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ മുഫിനെ ഇട്ടിട്ട് പോണത്. നോക്കണം കേട്ടോ എല്ലാവരും. മുഫി, എന്തെങ്കിലും പറയാനുണ്ടോ? പെട്ടെന്ന് ഞാൻ ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറി പോയിക്കണേ വെച്ചാൽ നിനക്ക് സങ്കടമാവും. ഇപ്പം തന്നെ പറഞ്ഞോ, പറയാനുള്ളതൊക്കെ ഇപ്പം തന്നെ പറഞ്ഞോ. നീ പോയിട്ട് വാ, ഞാനൊരു ഒറ്റക്ക് സിംഗിൾ ലൈഫാണ് ആഘോഷിക്കട്ടെ.
ആകെ പോസ്റ്റായിരിക്കണം, വിളിച്ചിട്ട് കൊടുക്കുന്നില്ല. ഒരാൾ സാധനം വാങ്ങാൻ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാം. എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാഗ്യത്തിന് നമ്മൾ നേരത്തെ ഇറങ്ങി. നാട്ടിൽ പോകാൻ നേരത്ത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. അല്ലെങ്കിൽ എടുക്കണില്ല, റൂമിൽ പോയി നോക്കേണ്ടി വരും. ഹലോ, നീ വരുന്നുണ്ടോ? നീ വരുന്നില്ലെങ്കിൽ ലഗേജും കൊണ്ട് ഞാൻ പോവാനാണ്. കുറേ നേരമായി. ഒരു പണി ഏൽപ്പിച്ചാൽ കാര്യമായിട്ട് എടുക്കണം. വേഗം വാ, കാത്തുക്കാൻ സമയമില്ല. ഗൈസ്, അങ്ങനെ നാട്ടിൽ പോകാൻ എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ പെട്ടി ഞാൻ നാട്ടിൽ എത്തിക്കും. നാളെ തന്നെ നാട്ടിൽ എത്തിക്കും. കാരണം ഇതിൽ വിലപ്പെട്ട നിധിയുള്ള സംഭവങ്ങളുണ്ട്. എൻ്റെ നിക്കാഹ് ഡ്രസ്സ് അതെങ്കിലും എനിക്ക് നാട്ടിൽ എത്തിക്കണം. എനിക്ക് പോയില്ലെങ്കിലും പ്രശ്നമല്ല. എനിക്ക് എൻ്റെ മുഫിനെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. എൻ്റെ വീട്ടിലെത്തിക്കണം കേട്ടാ പെട്ടി. ഓക്കെ, എത്തിയപാടെ വിളിക്കും. ഒരു തേർഡ് പാട് കൂടാതെ എത്തിക്കണം. കല്യാണ ഡ്രസ്സാണ്. ഓക്കെ, പോയിട്ട് വാ. ഹാപ്പി ജേണി. ബൈ ബൈ. എന്താ ഒരു സങ്കടം, ഞാൻ നാട്ടിലേക്ക് പോകാത്തതുകൊണ്ടാണ്. ഉപ്പിനെ ഞാൻ കൊതിപ്പിച്ചു. അപ്പം ഞാനല്ല നാട്ടിലേക്ക് പോണത്, എനിക്ക് അറിയുന്ന ഒരാളാണ് നാട്ടിലേക്ക് പോകുന്നത്. 1-2 കിലോനല്ല 15 കിലോനാണ് ഞാൻ കൊടുത്തയച്ചത്. ഇതേപോലെ ആരെങ്കിലും നാട്ടിലേക്ക് പോണവർ എന്തായാലും കമൻറ്റ് ഇടേണ്ടതാണ്. നിങ്ങളുടെ അവിടേക്ക് ലഗേജ് ഞാൻ എത്തിക്കുന്നതാണ്.